നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. GST പരിഷ്കരണത്തിന്റെ പിൻബലത്തിൽ ഹരിതോർജ്ജ മേഖലയിൽ കുതിക്കാൻ കേരളം. കിലോവാട്ടിന് 3000 രൂപ മുതൽ 4000 രൂപ വരെ കുറവ് വരുത്തുമെന്ന് വിലയിരുത്തൽ. GST പരിഷ്കരണം കോർപ്പറേറ്റ് കമ്പനികളുടെ വരുമാനം 7% ഉയർത്തും. ഉൽപ്പന്ന വില വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ലാഭവിഹിതത്തിൽ മുന്നേറ്റമുണ്ടാവില്ലെന്നും ക്രിസിൽ റിപ്പോർട്ട്. വിപണി മൂല്യത്തിൽ കുതിച്ച് 7 കോർപ്പറേറ്റ് ഭീമന്മാർ. കമ്പനികളിലേക്ക് എത്തിയത് 1 ലക്ഷം കോടി രൂപ. നിക്ഷേപവേട്ടയിൽ മുന്നിൽ റിലയൻസും ബജാജ് ഫിനാൻസും. സെപ്റ്റംബർ ആദ്യവാരത്തിൽ ഇന്ത്യൻ വിപണിയെ കൈവിട്ട് വിദേശ നിക്ഷേപകർ. പിൻവലിച്ചത് 12,257 കോടി രൂപ. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരം 69,423 ബില്യൺ കോടി $ലെത്തി. സ്വർണം ശേഖരത്തിലും വർധനവെന്ന് റിസർവ് ബാങ്ക്. വാർത്തകൾ വിശദമായി. GST പരിഷ്കരണത്തിന്റെ പിൻബലത്തിൽ ഹരിതോർജ്ജ മേഖലയിൽ കുതിക്കാൻ കേരളം. കിലോവാട്ടിന് 3000 രൂപ മുതൽ 4000 രൂപ വരെ കുറവ് വരുമെന്നും വിലയിരുത്തൽ. പുതിയ GST കൗൺസിൽ പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങൾക്കുള്ള ചരക്ക് സേവന നികുതി 12% നിന്ന് 5%-ആയാണ് കുറച്ചിരിക്കുന്നത്. ഇതുപ്രകാരം പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങളുടെ വിലയിൽ 7% കുറവുണ്ടാവും. അതായത് മേൽക്കുര സോളാർ ഇൻസ്റ്റാളേഷൻ ചെലവ് കിലോവാട്ടിന് 3000 മുതൽ 4000 രൂപ വരെ കുറയും. കേരളത്തിൽ ഹരിത ഊർജ്ജ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കുന്ന പരിഷ്കരണമായിരിക്കും ഇതെന്നാണ് വ്യവസായ വിദഗ്ധരും പരിസ്ഥിതി സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. കൂടാതെ കേരളത്തിന്റെ അനർട്ട് MNRE ലിങ്ക്ഡ് സബ്സിഡികൾ, നെറ്റ് മീറ്ററിംഗ് സൗകര്യങ്ങൾ എന്നിവ കൂടിയാവുമ്പോൾ മേൽക്കുര സോളാർ പദ്ധതിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ സോളാർ ഉൽപ്പാദകർക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടുള്ള പുതിയ ചട്ടങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ നിലവിലെ ഇളവിന്റെ നേട്ടം ലഭിക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലുമുണ്ട്. കേരള റിന്യൂവബിൾ എനർജി എന്റർപ്രൈസസ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നു. അതേസമയം പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള കേരളത്തിന്റെ മാറ്റം സാമ്പത്തിക പുനരുജ്ജീവനത്തിനുള്ള ഉത്തേജകം കൂടിയാണ്. പുനരുപയോഗ ഊർജ്ജ മേഖല ഇൻസ്റ്റാളേഷൻ, അറ്റകുറ്റപ്പണി, നിർമ്മാണം എന്നിവയിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒപ്പം ലോജിസ്റ്റിക്സ്, പരിശീലനം, സേവനങ്ങൾ എന്നിവയിൽ പരോക്ഷ തൊഴിലവസരങ്ങളും നൽകും. കൂടാതെ 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുകയെന്ന സംസ്ഥാനത്തിന്റെ ലക്ഷ്യത്തിനും ഇത് കരുത്തുപകരും. അതായത് കേന്ദ്ര നികുതി പരിഷ്കാരം, സൗരോർജ്ജ ചെലവ് കുറയൽ, ഉപഭോക്താക്കളുടെ വർദ്ധിച്ചുവരുന്ന അവബോധം എന്നിവയുടെ സംയോജനം കേരളത്തിന് അതിന്റെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള അവസരമാണ് നൽകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST പരിഷ്കരണം കോർപ്പറേറ്റ് കമ്പനികളുടെ വരുമാനം 7% ഉയർത്തും. ഉൽപ്പന്ന വില വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ലാഭവിഹിതത്തിൽ മുന്നേറ്റമുണ്ടാവില്ലെന്നും ക്രിസിൽ റിപ്പോർട്ട്. GST പരിഷ്കരണത്തിന് നേട്ടം കൊയ്യുക FMCG, ഓട്ടോമൊബൈൽ മേഖലയിലെ കമ്പനികളായിരിക്കും. നികുതി കുറയുന്നതോടെ അവശ്യവസ്തുക്കളും ജനപ്രിയ ഉൽപ്പന്നങ്ങളും താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമാകും. ഒപ്പം ഉത്സവ വിവാഹ സീസൺ പരിഷ്കരണം വരുന്നത് ഉൽപ്പന്ന ആവശ്യകത ഉയർത്തും. വാഷിംഗ് മെഷീനുകൾ, AC, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ വിറ്റഴിക്കപ്പെടും. വിൽപ്പന ഉയരുമ്പോൾ കമ്പനികളുടെ വരുമാനവും കൂടും. ഇതുവഴി വരുമാനത്തിൽ 6 മുതൽ 7% വരെയുള്ള വർധനയുണ്ടാകും. എന്നാൽ GST പരിഷ്കരണം ലാഭേച്ഛ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. GST നിയമം കമ്പനി നികുതി ലാഭം ഉപഭോക്താക്കൾക്ക് കൈമാറണമെന്നാണ് പറയുന്നത്. GST പരിഷ്കരണത്തിന് അകമ്പടിയോടെ കമ്പനികൾക്ക് ഉൽപ്പന്ന വില വർദ്ധിപ്പിക്കാനോ അധിക മാർജിൻ നിലനിർത്താനോ കഴിയില്ല. അതായത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഉയരാം, എന്നാൽ വിൽക്കുന്ന യൂണിറ്റിൽ നിന്നുള്ള ലാഭം മാറ്റമില്ലാതെ തുടരും. അതിനാൽ കമ്പനികളുടെ ലാഭവിഹിതത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നാണ് ക്രിസിൽ പറയുന്നത്. കൃത്യസമയത്താണ് GST പരിഷ്കരണം രാജ്യത്ത് നടപ്പാക്കുന്നത്. ആഗോള അനിശ്ചിതത്വങ്ങളിൽ നീക്കം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുമെന്നും ക്രിസിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി മൂല്യത്തിൽ കുതിച്ച് 7 കോർപ്പറേറ്റ് ഭീമന്മാർ. കമ്പനികളിലെത്തിയത് 1 ലക്ഷം കോടി രൂപ. നിക്ഷേപവേട്ടയിൽ മുന്നിൽ റിലയൻസും ബജാജ് ഫിനാൻസും. നിക്ഷേപക ആത്മവിശ്വാസത്തിന്റെ സൂചനയെന്ന് വിലയിരുത്തൽ. ബജാജ് ഫിനാൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയ്ക്കൊപ്പം HDFC ബാങ്ക്, LIC, SBI, ഭാരതി എയർടെൽ, ICICI ബാങ്ക് എന്നിവയാണ് വിപണി വിഹിതം ഉയർത്തിയത്. 7 കമ്പനികളും കൂടി വിപണി മൂല്യത്തിൽ 1,06,250 കോടിയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ബജാജ് ഫിനാൻസ് 37,960 കോടി രൂപയുടെ മൂല്യമുയർത്തിയപ്പോൾ 23,343 കോടി റിലയൻസിലേക്കും
17,580 കോടി HDFC ബാങ്കിലേക്കും എത്തി. LIC 15,559 കോടിയാണ് നിക്ഷേപമായി ഉയർത്തിയത്. SBI 4,246 കോടി, ഭാരതി എയർടെൽ 4,134 കോടിയും ICIC ബാങ്ക് 3,426 കോടി രൂപയും നിക്ഷേപം നേടി. ഓഹരി വിപണി പോസിറ്റീവായി മാറുന്നു. വരും മാസങ്ങളിൽ മികച്ച കോർപ്പറേറ്റ് വരുമാനം, സമ്പദ് വ്യവസ്ഥയുടെ മികച്ച പ്രകടനം എന്നിവ നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവയുടെ സൂചനയാണ് ഭീമൻ കമ്പനികളിലേക്ക് എത്തിയ പണമൊഴുക്ക്. അതേസമയം റിലയൻസ് തന്നെയാണ് വിപണി മൂല്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന കമ്പനി. NBFCകളിലും വായ്പകളിലും പോസിറ്റീവ് വികാരമാണ് ബജാജിലേക്ക് എത്തിയ നിക്ഷേപത്തിന് കാരണം. അതേസമയം ഊർജം, ടെലികോം, റീറ്റെയിൽ മേഖലകളിലെ ശക്തമായ പ്രകടനം റിലയൻസിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി. വായ്പാ വളർച്ച HDFC ബാങ്കിനെ തുണച്ചപ്പോൾ ഇൻഷുറൻസ്, സേവിങ്സ് ഉൽപ്പന്നങ്ങളിലുള്ള വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസമാണ് LICക്ക് കരുത്തായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെപ്റ്റംബർ ആദ്യവാരത്തിൽ ഇന്ത്യൻ വിപണിയെ കൈവിട്ട് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത് 12,257 കോടി രൂപ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയുടെ അധിക തീരുവ, ഡോളർ കരുത്താർജിച്ച് തുടങ്ങിയ ഘടകങ്ങളാണ് വിപണിയെ സ്വാധീനിച്ചത്. ഇവ വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിച്ചു. സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകർ പണം മാറ്റുകയെന്നതുമാണ് NSDL റിപ്പോർട്ട്. ഓഗസ്റ്റിൽ 34,990 കോടിയുടെയും ജൂലൈയിൽ 17,700 കോടിയുടെയും അറ്റവിൽപ്പനയാണ് വിദേശ നിക്ഷേപകർ നടത്തിയത്. ഈ മാസത്തിലും ആ പ്രവണത തുടർന്നു. ഇതോടെ 2025 ഇതുവരെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ മൊത്തം പിൻവലിക്കൽ 1.43 ലക്ഷം കോടിയിലെത്തി. അതേസമയം വിപണി അസ്ഥിരമാണെങ്കിലും പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടെന്നാണ് മോർണിംഗ് സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റിലെ ഹിമാൻഷു ശ്രീനിവാസ പറയുന്നത്. ഇന്ത്യയുടെ വളർച്ചാ സാധ്യത, GST പരിഷ്കരണം എന്നിവയാണ് പ്രതീക്ഷ നൽകുന്നത്. ആഗോള വ്യാപാര അനിശ്ചിതത്വങ്ങളിൽ പരിഹാരമാകുന്നതോടെ FPI തിരികെ വരും. ട്രംപ് മോദി സൗഹൃദ പ്രസ്താവന പരോക്ഷമായി പരാമർശിച്ചാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. വിദേശ നിക്ഷേപ വിപണിയിൽ നിന്ന് ലാഭമെടുപ്പ് നടത്തിയതും വിറ്റഴിക്കലിന് കാരണമാണ്. കോർപ്പറേറ്റ് വരുമാന വേഗത കുറയുന്നതും വിപണിയുടെ ഉയർന്ന മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് പെട്ടെന്നുള്ള ഈ ലാഭമെടുപ്പിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുന്ന വാരത്തിൽ US ബിഡിന്റെ പ്രഖ്യാപനം, US തൊഴിൽ വിപണി ഡാറ്റ, RBI നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷ എന്നിവ വിപണിയെ സ്വാധീനിക്കുമെന്നാണ് ഏഞ്ചൽ വണ്ണിലെ അനലിസ്റ്റ് വഖർ ജാവേദ് ഖാൻ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ വിദേശ നാണയ കരുതൽ ശേഖരം 69,423 ബില്യൺ കോടി $. സ്വർണ്ണ ശേഖരത്തിലും വർധനവെന്ന് റിസർവ് ബാങ്ക്. രൂപയ്ക്കും കയറ്റുമതി മേഖലയ്ക്കും ഗുണകരമെന്ന് വിദഗ്ധർ. ഓഗസ്റ്റ് 29 അവസാനിച്ച ആഴ്ചയിലാണ് വിദേശ നാണയ കരുതൽ ശേഖരം 3.5 ബില്യൺ $ന്റെ വർധനവ് രേഖപ്പെടുത്തിയത്. നേട്ടത്തെ തുണച്ചത് വിദേശ നാണയാസ്തിയിലെ മുന്നേറ്റമാണെന്നും റിസർവ് ബാങ്ക് ഡേറ്റ വ്യക്തമാക്കി. വിദേശ നാണയാസ്തികൾ 585.937 ബില്യൺ $. അതായത് 1.7 ബില്യൺ $ന്റെ വർധന. 2025 ഇതുവരെ ഫോറക്സ് കിറ്റി ഏകദേശം 53 ബില്യൺ $ന്റെ സഞ്ചിത വർധന കൈവരിച്ചിട്ടുണ്ടെന്നും റിസർവ് ബാങ്ക് പറയുന്നു. ഡോളറിനെതിരായ രൂപയുടെ മൂല്യസ്ഥിരത നിലനിർത്താൻ റിസർവ് ബാങ്ക് വിദേശ നാണയ ശേഖരം പ്രയോജനപ്പെടുത്താറുണ്ട്. മൂല്യം കുത്തനെ ഇടിയുന്നതിന് തടയിടാൻ ശേഖരത്തിൽ നിന്ന് വൻതോതിൽ ഡോളർ വിറ്റഴിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് എടുക്കാറുള്ളത്. നിലവിൽ രൂപ എക്കാലത്തെയും വലിയ താഴ്ച നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ കരുതൽ ശേഖരത്തിലെ മുന്നേറ്റം കറൻസിക്ക് തുണയാവുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. കൂടാതെ ഇറക്കുമതി കയറ്റുമതി സന്തുലനാവസ്ഥ നിലനിർത്താനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും വിദേശ നാണയ ശേഖരം രാജ്യത്തെ സഹായിക്കും. നിലവിൽ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം രാജ്യത്തിന്റെ ഒരു വർഷത്തെ ഇറക്കുമതി ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള തുകയ്ക്ക് തുല്യമാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഒരു വർഷത്തേക്ക് പിടിച്ചു നിർത്താനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള വാർത്തകൾ. ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പന കരസ്ഥമാക്കി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും. സെപ്റ്റംബർ 4 വരെ സപ്ലൈകോ 386.19 കോടിയും കൺസ്യൂമർ ഫെഡ് 157 കോടിയും വിൽപ്പന നേടി. 56 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് സപ്ലൈകോ വിൽപ്പന ശാലകൾ സന്ദർശിച്ചത്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നത് ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ഓണവിപണികൾ സജ്ജമാക്കിയത്. മിതമായ നിരക്കിൽ ആവശ്യയിനങ്ങൾ എല്ലാ സ്റ്റോറുകളിലൂടെയും ലഭ്യമാക്കാനും സാധിച്ചു. സപ്ലൈകോ വിൽപ്പന 300 കോടി രൂപ എത്തിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ റെക്കോർഡ് കരസ്ഥമാക്കി സപ്ലൈകോ വിൽപ്പന 386 കോടിയിലേക്ക് എത്തുകയായിരുന്നു. 180 കോടിയുടെ സബ്സിഡി വിൽപ്പനയും 206 നോൺ സബ്സിഡി വിൽപ്പനയും നടന്നു. ജില്ലാ ഫെയറുകളിൽ മാത്രം 5 കോടിയിലധികം വിൽപ്പനയും നടന്നു. സഞ്ചരിക്കുന്ന ഓണച്ചന്തകളിലൂടെ 44 ലക്ഷത്തിലധികം വിൽപ്പനയുണ്ടായി. ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കുറി ഓണച്ചന്തകൾ പ്രവർത്തിച്ചു. 13 ഇനം അവശ്യ സാധനങ്ങളാണ് സപ്ലൈകോ ചന്തയിലൂടെ വിതരണം ചെയ്തത്. കഴിഞ്ഞ ഓണക്കാലത്ത് 130 കോടിയുടെ വിൽപ്പന കൺസ്യൂമർ ഫെഡിലൂടെ നടന്നപ്പോൾ
ഇത്തവണ 157 കോടിയുടെ വിൽപ്പനയാണ് നടന്നത്. ഗ്രോസറി ഇനത്തിലാണ് മികവുറ്റ വിൽപ്പനയുണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണവിപണിയിൽ കുടുംബശ്രീക്ക് നേട്ടം. ഈ ഓണത്തിൻ്റെ വിഭവങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിച്ച് കുടുംബശ്രീ നേടിയത് 35 കോടിയുടെ വരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 7 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ സംസ്ഥാനതല മേളയും 13 ജില്ലാതല വിപണനമേളയും ഒരു CDSൽ 2 വീതം 2000 വിപണനമേളകളും ഇത്തവണ കുടുംബശ്രീ സംഘടിപ്പിച്ചു. 21.08 കോടി രൂപയാണ് വിപണനമേളയിൽ നിന്നുള്ള വരുമാനം. കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് വഴി 5400 ഗിഫ്റ്റ് ഹാമ്പറുകൾ വിപണിയിലെത്തിച്ചു. ഇതിലൂടെ 49 ലക്ഷം രൂപ നേടി. CDSകൾ വഴി 92,000 ഗിഫ്റ്റ് ഹാമ്പർ വിറ്റ് 5.83 കോടിയും സ്വന്തമാക്കി. 2 ഇനം പായസങ്ങൾ ഉൾപ്പെടെ 20-ലേറെ വിഭവങ്ങളടങ്ങുന്ന 1,09,642 ഓണസദ്യ വിതരണം ചെയ്തു. ഇതിൽ 2.1 കോടിയാണ് വരുമാനം. കാർഷിക പദ്ധതികളായ ഓണക്കനി, നിറപ്പൊലിമ എന്നിവയിൽ വിളവെടുത്ത പച്ചക്കറികളും പൂക്കളും വിപണിയിലെത്തി. സംസ്ഥാനത്തെ 13,879 ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളുടെ 8,113.13 ഏക്കറിലെ പച്ചക്കറിയും 4,531 JLG വഴി 1,820.52 ഏക്കറിലെ പൂക്കളുമാണ് വിപണിയിലെത്തിച്ചത്. 4.5 കോടിയുടെ പച്ചക്കറികളും 1 കോടിയുടെ പൂക്കളും വിറ്റഴിക്കാനായി. കുടുംബശ്രീ സംരംഭകർക്കാണ് ഈ വരുമാനം അത്രയും ലഭിക്കുക. ആഗസ്റ്റ് 28 മുതൽ 4 വരെയാണ് വിപണനമേള നടന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. നിലവിൽ 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. പരിശോധന കാര്യക്ഷമമായി നടത്തുന്നതുകൊണ്ടാണ് കൂടുതൽ കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച മലപ്പുറം വണ്ടൂർ സ്വദേശിനിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 12ആയി. ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി രോഗം വന്ന് മരണപ്പെട്ടിരുന്നു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം കണ്ണമംഗലം സ്വദേശി റംലയും കോഴിക്കോട് താമരശ്ശേരി സ്വദേശി 9 വയസ്സുകാരി അനയയും നേരത്തെ മരിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മരണനിരക്ക് കൂടിയ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കൂടുതൽ പരിശോധന നടത്തിയും വിദഗ്ധ ചികിത്സയും നൽകിയാണ് രോഗവ്യാപനത്തെ സംസ്ഥാനം പിടിച്ചു നിർത്തുന്നത്. കഴിഞ്ഞ വർഷം 36 കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. രോഗത്തെ നേരിടാൻ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ മാസം 30-31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.